ദേശവഴികൾ കടന്നെത്തി നാം ഇന്ന് എത്തി നിൽക്കുന്നത് ചെട്ടികുളങ്ങര ഭഗവതിയുടെ തിരുസന്നിധിയിലാണ്. തിരുവിതാംകൂർ ദേവസ്വം കണക്കുകൾ അനുസരിച്ച് ദേവസ്വത്തിന് ശബരിമല കഴിഞ്ഞാൽ ഏറ്റവും അധികം വരുമാനം ലഭിക്കുന്നത് ചെട്ടികുളങ്ങര അമ്പലത്തിൽ നിന്നാണ്. ചെട്ടികുളങ്ങര ഉൾപ്പെടുന്ന മാവേലിക്കര താലൂക്ക്, കാർത്തികപ്പള്ളി താലൂക്ക് എന്നിവ ഉൾപ്പെടുന്ന പ്രദേശം പൊതുവെ ഓണാട്ടുകര എന്ന പേരിൽ അറിയപ്പെടുന്നു. ഓണാട്ടുകരയുടെ പരദേവതയായും ചെട്ടികുളങ്ങര ദേവിയെ കണക്കാക്കുന്നു. മാവേലിക്കരയ്ക്ക് പടിഞ്ഞാറ് കായംകുളം റൂട്ടിലാണ് ചെട്ടികുളങ്ങര ദേവീക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ പ്രതിഷ്ഠ ഭദ്രകാളിയാണെങ്കിലും പ്രഭാതത്തിൽ ദേവി സരസ്വതിയായും മധ്യാഹ്നത്തിൽ മഹാലക്ഷ്മിയായും സായം സന്ധ്യനേരത്ത് ശ്രീ ദുർഗ അഥവാ ഭദ്രകാളി എന്നീ രൂപങ്ങളിലും വിരാജിക്കുന്നു എന്നാണ് സങ്കല്പം. അതുകൊണ്ട് തന്നെ പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും സായംകാലത്തും വ്യത്യസ്ത പൂജകളാണ് ഇവിടെ നടത്തപ്പെടുന്നത്. 13 കരകൾ ഉൾപ്പെട്ടതാണ് ഈ ക്ഷേത്രം. ഈഴേഴ തെക്ക്, ഈഴേഴ വടക്ക്, കൈത തെക്ക്, കൈത വടക്ക് എന്നിവ ക്ഷേത്രത്തിൻ്റെ 4 ഭാഗത്തുമായി സ്ഥിതി ചെയ്യുന്നു. മറ്റുള്ള കരകൾ കണ്ണമംഗലം തെക്ക്, കണ്ണമംഗലം വടക്ക്, പേള, കടവൂർ, ആഞ്ഞിലിപ്ര, മറ്റം വടക്ക്, മറ്റം തെക്ക്, മേനാംപള്ളി, നടക്കാവ് എന്നിവയാണ്. ഈ കരകളിൽ നിന്ന് ദേവിയുടെ നക്ഷത്രമായ കുംഭത്തിലെ ഭരണി നാളിൽ വിവിധ തരം കെട്ടുകാഴ്ചകൾ ക്ഷേത്ര വളപ്പിലേക്കെത്തുന്നു. പ്രധാന വഴിപാടുകൾ കുത്തിയോട്ടം, ചാന്താട്ടം, നിറമാല തുടങ്ങിയവയാണ്. എല്ലാ ദിവസവും ക്ഷേത്രത്തിൽ ചാന്താട്ടം വഴിപാടായി നടത്തുന്നു. പണ്ട് ഈഴേഴ തെക്ക് കരയിലെ ചെമ്പോലിൽ തറവാട്ടിലെ കുടുംബനാഥനും സുഹൃത്തുക്കളും തങ്ങളുടെ അടുത്ത പ്രദേശത്ത് ഉത്സവം കാണാൻ പോയി. അവിടുത്തെ കരപ്രമാണിമാർ ഇവരെ എന്തോ പറഞ്ഞ് അപമാനിച്ചു. ദുഃഖിതരായി മടങ്ങിയ അവർ തങ്ങൾക്കും ചെട്ടികുളങ്ങരയിൽ ഒരു ക്ഷേത്രം വേണമെന്ന് തീരുമാനിച്ചു. അതിനായി പല പുണ്യക്ഷേത്രങ്ങളിലും അവർ തീർത്ഥാടനം നടത്തി. അങ്ങനെ ക്ഷീണിതരായി കൊടുങ്ങല്ലൂരിൽ വന്ന് രാത്രി വിശ്രമിക്കവേ കുടുംബനാഥന് സ്വപ്ന ദർശനമുണ്ടായി. വെളിച്ചപ്പാട് തുള്ളിയുറഞ്ഞ ചെട്ടികുളങ്ങരയിൽ ക്ഷേത്രമുണ്ടാകുമെന്ന് അരുൾ ചെയ്തു. കുടുംബനാഥനും സംഘവും മടങ്ങി. ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു രാത്രി കരിപ്പുഴക്കടവിൽ വള്ളത്തിനായി ഒരു വൃദ്ധ കാത്തു നിൽക്കുന്നത് തോണിക്കാരൻ കണ്ടു. അമ്മ എങ്ങോട്ട് പോകുന്നുവെന്ന ചോദ്യത്തിന് ചെട്ടികുളങ്ങരയിലേക്കെന്ന മറുപടി. തോണിക്കാരൻ അമ്മയെ ഇക്കരെ എത്തിച്ചു. തനിയെ പോകണ്ട എന്ന് പറഞ്ഞ തോണിക്കാരനും വൃദ്ധയ്ക്ക് കൂട്ടായി ചെന്നു. വൃദ്ധ വഴിയരികിലെ ആഞ്ഞിലി മരച്ചുവട്ടിൽ വിശ്രമിച്ചു. തോണിക്കാരന് കണ്ണു തുറന്നപ്പോൾ അമ്മയെ കാണുന്നില്ല. അടുത്ത ദിവസം ചെട്ടികുളങ്ങര ക്ഷേത്രത്തിനടുത്തുള്ള ഒരു ഗൃഹത്തിൽ പുരമേച്ചിൽ നടക്കുകയായിരുന്നു. അവിടെ എത്തിയ വൃദ്ധ തനിക്ക് കൂടി ആഹാരം തരാൻ ആവശ്യപ്പെട്ടു. അവർ മുതിരപ്പുഴുക്കും കഞ്ഞിയും വിളമ്പി. അത് കഴിച്ച ശേഷം വൃദ്ധ അപ്രത്യക്ഷയായി. തുടർന്ന് നടത്തിയ ജ്യോത്സ്യ പ്രശ്നത്തിൽ ആ ദർശിച്ചതെല്ലാം ദേവീ സാന്നിധ്യമായിരുന്നുവെന്ന് കണ്ടെത്തി. അങ്ങനെ ദേവിക്കായി നാട്ടുകാരെല്ലാം കൂടി ക്ഷേത്രം നിർമ്മിച്ചു നൽകി. ഭക്തജനങ്ങൾ നടത്തുന്ന കുത്തിയോട്ടമാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനമായ വഴിപാട്. ഇവിടെയുള്ള പ്രദേശങ്ങളിലുള്ള ആളുകൾ നടത്തുന്ന വഴിപാടാണിത്. വളരെയേറെ ചിലവുള്ളതാണ് ഈ വഴിപാട്. എന്നാൽ ഒരുപാട് പ്രത്യേകതകളുമുണ്ട്. ഈ പ്രദേശത്ത് നിരവധി കുത്തിയോട്ട സംഘങ്ങളുണ്ട്. ഓരോ സംഘത്തിനും ഓരോ ആശാനുണ്ടാകും. പ്രധാനമായും ബാലന്മാരെയാണ് പരിശീലനം നൽകുന്നത്. പ്രത്യേക രീതിയിൽ ചിട്ടപ്പെടുത്തിയ പാട്ടുകൾ കുത്തിയോട്ടത്തിനു പാടുന്നു. ഒരു കുത്തിയോട്ടം വഴിപാടായി നടത്തുന്നതിന് ലക്ഷങ്ങൾ വേണ്ടിവരുന്നു. കുത്തിയോട്ടം നടത്തുന്ന ശിവരാത്രി മുതൽ ഭരണി വരെ 7 ദിവസവും വീട്ടിലുള്ളവർക്ക് വെള്ളം മുതൽ സദ്യ വരെ വീട്ടുകാർ ആതിഥ്യ മര്യാദകളോടെ നൽകുന്നു. ഇതിനു വേണ്ടി ചെറിയ ബാലന്മാരെ വീട്ടുകാരുടെ സമ്മതത്തോടെ തിരഞ്ഞെടുക്കുന്നു. ഈ 7 ദിവസം
വ്രതാനുഷ്ഠാനങ്ങളോടെ ബാലന്മാർ ആചാരാനുഷ്ഠാനങ്ങൾ പഠിക്കുന്നു. ഭരണി ദിവസം രാവിലെ കുട്ടിയുടെ ശരീരം സ്വർണ്ണ നൂലുകൊണ്ട് ചുറ്റിക്കെട്ടി ആൺകുട്ടിയെ ഘോഷയാത്രയായി ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. ചൂരൽ മുറിയുന്ന ചടങ്ങ് എന്നാണ് ഈ ചടങ്ങിന് പറയുന്ന പേര്. ഘോഷയാത്രയായി താലപ്പൊലിയുടെ മേളമായിട്ടാണ് എഴുന്നള്ളത്ത്. ബാലന്മാരെ ഒരുക്കി തലയിൽ കിന്നരി വച്ച തൊപ്പി, മണിമാല, കയ്യിൽ മടുവും കാപ്പും എന്നിവ ധരിപ്പിച്ച ശേഷം ദേഹമാസകലം കളഭം പൂശി തട്ടുടുപ്പിച്ച അതിനു മുകളിലായി വാഴയില വാട്ടിക്കെട്ടി അരമണി ചാർത്തി ഇരു കൈകളിലും ശിരസിന് മുകളിൽ ചേർത്ത് പിടിച്ച കയ്യിൽ പഴുക്കാപ്പാക്ക് തറച്ച് കത്തി പിടിപ്പിക്കുന്നു. പിന്നീട് കുട്ടികളുടെ അരയിൽ സ്വർണമോ വെള്ളിയോ കൊണ്ട് നിർമ്മിച്ച നൂൽ കോർക്കും. ഇതാണ് ചൂരൽ മുറിയൽ. ബാലന്മാരെ വെഞ്ചാമരം വീശിയും കുത്തിയോട്ട പാട്ടുകൾ പാടി ചുവട് വച്ചും ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നു. ശരീരത്തിലെ കോർത്ത സ്വർണ്ണ നൂല് ഊരിയെടുത്ത് കാണിക്കയായി അർപ്പിക്കുന്നതോടെ കുത്തിയോട്ടത്തിന് സമാപ്തിയാകും. പിന്നീട് പ്രശ്നം വച്ച് ദേവി തങ്ങളുടെ വഴിപാടിൽ തൃപ്തയാണോ എന്ന് നോക്കി തൃപ്തിയല്ലെങ്കിൽ വീണ്ടും വഴിപാട് നടത്തണമെന്നാണ് കരുതുന്നത്. ഓണാട്ടുകരയുടെ കണ്ണായ ഭാഗത്താണ് ചെട്ടികുളങ്ങര. അവിടുത്തെ കഞ്ഞിയിലും ഓണാട്ടുകര പഴമ കാണാം. കഞ്ഞി, അസ്ത്രം, മുതിരപ്പുഴുക്ക്, ഉണ്ണിയപ്പം, അവൽ, മാങ്ങ അച്ചാർ, പപ്പടം, പഴം എന്നിവയാണ് കഞ്ഞിയുടെ വിഭവങ്ങൾ. നമ്മുടെ പിതാക്കന്മാരുടെ അതേ ആഹാരം. ചെട്ടികുളങ്ങര ഭരണി കഴിഞ്ഞാൽ ചെട്ടികുളങ്ങര അമ്പലത്തിലെ കഞ്ഞിയാണ് ഏറ്റവും പ്രസിദ്ധം. ഒരു വർഷം മുഴുവൻ ഒരു നേരത്തെ ആഹാരമായി നൂറുകണക്കിന് ആളുകൾ കഞ്ഞി നൽകുന്ന ഏറ്റവും പ്രസിദ്ധമായ ക്ഷേത്രം. അമ്പലത്തിന് തെക്കായി ഒരു അന്നദാന മണ്ഡപമുണ്ട്. അവിടെ കഞ്ഞി കുടിക്കുവാൻ ക്യൂ ഉണ്ട്. ചൊവ്വ, വെള്ളി ദിവസങ്ങളിൽ 700 പേരെങ്കിലും കഞ്ഞി കുടിക്കുവാൻ ഉണ്ടാകും എന്നാണ് ഇവിടെ കണക്കാക്കപ്പെടുന്നത്. ഭക്തജനങ്ങൾ നടത്തുന്ന ഒരു നേർച്ചയാണ് കുതിരമൂട്ടിൽ കഞ്ഞി. പരമ്പരാഗതമായ രീതിയിൽ തന്നെയാണ് ഇന്നും ഈ വഴിപാട് നടത്തുന്നത്. ഭഗവതി ഈ നാട്ടിൽ വന്നപ്പോൾ ആദ്യമായി കഴിച്ച ആഹാരം എന്നൊരു സങ്കല്പവും ഇതിന് പിന്നിൽ കാണാം. മധ്യ തിരുവിതാംകൂറിൻ്റെ കാർഷിക സമൃദ്ധിയുടെ പഴയ ഓർമ്മകൾ ഇതുപോലെ ഇവിടുത്തെ പല കാര്യങ്ങളിലും ദർശിക്കാനാകും. ഒരു ഭരണി നാളിൽ കൊഞ്ചും മാങ്ങ പാകം ചെയ്യുന്നതിനിടെ വീടിന് സമീപത്തുകൂടി കുത്തിയോട്ട ഘോഷയാത്ര കടന്നുപോയപ്പോൾ ഘോഷയാത്ര കാണണം എന്ന് ആ വീട്ടിലെ അമ്മയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായി. എന്നാൽ അടുപ്പിലിരിക്കുന്ന കൊഞ്ചും മാങ്ങ വിട്ടുപോകാൻ അമ്മയ്ക്കാകുമായിരുന്നില്ല. ഒടുവിൽ കറി കരിയരുതേ എന്ന് ഭഗവതിയെ വിളിച്ചപേക്ഷിച്ച ശേഷം വീട്ടമ്മ കുത്തിയോട്ട് താമസിച്ചെത്തിയിട്ടും കറി തയ്യാറായിരുന്നു, ഒട്ടും കരിയാതെ തന്നെ. ഈ കാര്യം പ്രദേശമാകെ പരന്നു. കാലാന്തരത്തിൽ കൊഞ്ചും മാങ്ങ എന്ന വിഭവം കുംഭഭരണിക്ക് ചെട്ടികുളങ്ങരക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്തതായി. കൊടുങ്ങല്ലൂരിൽ നിന്നും ചെട്ടികുളങ്ങരയിലെത്തിയ ഭഗവതിക്ക് കരയിലെ ഒരു വീട്ടിൽ നിന്നും കൊഞ്ചും മാങ്ങ കൂട്ടി ഭക്ഷണം നൽകി എന്നതാണ് മറ്റൊരു ഐതിഹ്യം. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമുണ്ട് കെട്ടുകാഴ്ചയ്ക്ക്. ഉത്സവ ദിവസം ഉച്ചയ്ക്ക് ശേഷമാണ് കെട്ടുകാഴ്ച. ഊണൊക്കെ കഴിഞ്ഞ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് ഒഴുകുകയായി. വാഹനങ്ങൾ ചുറ്റുവട്ടത്ത് നിരോധിക്കും. ജനസാഗരമാണ് പിന്നീട്. 13 കരക്കാരുടെ വകയായിട്ടാണ് കെട്ടുകാഴ്ച. എടുപ്പ് കുതിരകളും രഥങ്ങളും ഭീമൻ, പാഞ്ചാലി, ഹനുമാൻ തുടങ്ങിയ ഇതിഹാസ കഥാപാത്രങ്ങളുടെ രൂപങ്ങളും ഘോഷയാത്രയായി ക്ഷേത്രത്തിന് കിഴക്കുള്ള വയലിലെത്തുന്നു. 4 ചക്രങ്ങളിൽ ഉറപ്പിച്ച അടിച്ചട്ടയിൽ മുകളിൽ ഓരോ തട്ടുകളും പണിതുറപ്പിക്കുക. ചെട്ടികുളങ്ങരയിലുള്ള അത്രയും ഉയരത്തിലുള്ള കെട്ടുകാഴ്ചകൾ കേരളത്തിൽ മറ്റൊരിടത്തും കാണുവാനാകില്ല.